മുസ്ലിം മതാന്തരീക്ഷത്തിൽ MBBS പഠിക്കാമെന്ന പരസ്യവുമായി ILM ഏജൻസി. പാണക്കാട് സയ്യിദ് അലി റഷീദ് ശിഹാബ് തങ്ങൾ ചെയർമാനായ ഏജൻസിയുടേതാണ് വിവാദ പരസ്യം. മതപരിവർത്തന ശ്രമത്തിനിടെ സാവരിയ ബസന്ത് എന്ന മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് പരസ്യത്തിൽ 1-ാം സ്ഥാനത്ത്. പാണക്കാട് തങ്ങൾ വിശദീകരണം നൽകണമെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. പാണക്കാട് സയ്യിദ് അലി റഷീദ് ശിഹാബ് തങ്ങൾ ചെയർമാനായുള്ള ILM എന്ന ഏജൻസി ഉസ്ബെക്കിസ്ഥാനിൽ ഇബ്നു സീന ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പ്രധാനമായും കുട്ടികളെ എത്തിക്കുന്നത്. ഇതേ യൂണിവേഴ്സിറ്റിയിലാണ് മതപരിവർത്തന ശ്രമങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ക്രൂരമായി കൊല്ലപ്പെട്ട സാവരിയ ബസന്ത് പഠിച്ചിരുന്നത്. ഇതേ യൂണിവേഴ്സിറ്റിയുടെ പേര് തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇബ്നു സീന ഒഴിവാക്കി ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാക്കിയാണ് മുസ്ലിം ഇതര മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിലും ഇവിടേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഏജൻസികളും മതപരിവർത്തനത്തിന് സാഹചര്യം ഒരുക്കുന്നു എന്ന് പരിശോധിക്കണമെന്നാണ് ശശികല ടീച്ചർ ആവശ്യപ്പെടുന്നത്. ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ. ഈ പരസ്യം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ILM എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നുള്ളതാണ് ആ സംഘടനയുടെ പേര്. അതിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ ഒരു ഏജന്റാണ് അദ്ദേഹം. കോട്ടക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ILMന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഇതൊരു പരസ്യമാണ്. ഇത് ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയല്ല കേസ് കൊടുക്കേണ്ടത്, ഈ പരസ്യമിട്ട ഈ കോട്ടക്കല സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ILMന്റെ ചെയർമാനായ പാണക്കാട് തങ്ങളോട് വിവിധ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ശശികല ടീച്ചർ. മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയുടെ മരണം പാണക്കാട് തങ്ങൾ വിശദീകരണം നൽകണമെന്നും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിലുള്ള ഇൽമ ഹോസ്റ്റലുകൾ എന്ന പരസ്യം ചെയ്ത് കുട്ടികളെ കൊണ്ടുപോയത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ഒരു ഹോസ്റ്റലിലിട്ട് എല്ലാവരെയും മതം മാറ്റാൻ വേണ്ടിയായിരുന്നു എന്നും ശശികല ടീച്ചർ ചോദിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. എന്താണ് ഇൽമ? അറബി വാക്ക് എനിക്ക് അറിയാൻ വയ്യ. ഇൽമ ഹോസ്റ്റലുകൾ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചുള്ള താമസിക്കാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഇസ്ലാമിക വിവാഹങ്ങളിൽ ആണിനും പെണ്ണിനും ഒരു വേദിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വ്യത്യസ്ത വേദിയിലൂടെ വിവാഹവേദിയിലേക്ക് ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നിടത്ത് പോലും വ്യത്യസ്ത വേദികളിലാണ് ഭക്ഷണം. അടുത്ത ദിവസം ഒരു കല്യാണം അവിടെ നടന്നു. വ്യത്യസ്ത വേദികളിലാണ് ആണിനും പെണ്ണിനും ഭക്ഷണം വിളമ്പുന്നത്. അതാണ് ഇസ്ലാമിക ചുറ്റുപാടെങ്കിൽ ഇസ്ലാമിക ചുറ്റുപാടിൽ പഠനം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരേ ഹോസ്റ്റലിനകത്ത് ഇവരെ ഇട്ടു? അപ്പൊ അങ്ങനെ ഇട്ടുകൊണ്ട് മതപരിവർത്തനം എന്ന ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ? മരിച്ച പെൺകുട്ടിയുടെ ബന്ധു ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ ഈ കേസ് കോംപ്രമൈസിലെത്തിക്കാമോ എന്ന് അവിടെയുള്ളവർ ചോദിച്ചത് ഇവിടെയുള്ള തങ്ങളടക്കമുള്ളവരുടെ സ്വാധീനത്തിലാണോ എന്ന ചോദ്യവും ശശികല ടീച്ചർ ഉയർത്തുന്നു. ജനം, ആലപ്പുഴ.